ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷാ കാവൽക്കാരൻ എന്ന ഇന്ത്യയുടെ അവകാശവാദങ്ങൾക്ക് വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ ഐറിസ് ദന എന്ന കപ്പലിനെ അമേരിക്ക മഹാസമുദ്രത്തിൽ വച്ച് ശ്രീലങ്കയുടെ അതിർത്തി ഭാഗത്ത് വച്ച് ആക്രമിച്ചു തകർത്തത്. ഇന്ത്യയിൽ നടന്ന മിലാൻ 2026 എന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ ഇന്ത്യയുടെ ആതിഥേയത്വം സ്വീകരിച്ചു വന്നതായിരുന്നു ഇറാന്റെ ആ യുദ്ധക്കപ്പൽ. അതിനെയാണ് മഹാസമുദ്രത്തിൽ ഇന്ത്യയിൽ നിന്ന് 12 നോട്ടിക്കൽ കിലോമീറ്റർ അകലെ വെച്ച് അവർ തകർത്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്നവരുടെ സുരക്ഷ പോലും ഇന്ത്യക്ക് നോക്കാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ കൺട്രോൾ ഇല്ലാതായോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പരിശോധിക്കാം. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ശ്രീലങ്കയിലെ ഗാലിന് ഏകദേശം 44 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് അമേരിക്കൻ സബ്മറൈൻ തൊടുത്തുവിട്ട ടോർപിഡോ ദിനയെ തകർത്തു. ഏകദേശം 180 ജീവനക്കാരുണ്ടായിരുന്ന കപ്പലിലെ 87 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ ടോർപിഡോ ഒരു ശത്രു കപ്പലിനെ കടലിൽ മുക്കുന്നത്. ക്വയറ്റ് ഡെത്ത് അഥവാ നിശബ്ദ മരണം എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെഗ്സെത്ത് ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ സംഭവം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. കഴിഞ്ഞ മാസമാണ് ഗാർഡിയൻ എന്ന് നാവികസേനയെ പ്രധാനമന്ത്രി പുകഴ്ത്തിയത്. പക്ഷേ ഇന്ത്യയുടെ അതിഥിയായി വന്ന ഒരു സംഘത്തെ മറ്റൊരു രാജ്യത്തുള്ള ഒരു സംഘം വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്ക് പ്രതികരിക്കാൻ 24 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയുടെ നൈറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന പദവിയെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ വിഷയം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് വന്ന് നമ്മുടെ അതിഥിയെ കൊന്നിട്ടും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അമേരിക്കയുമായുള്ള ബന്ധം, ഇറാനുമായുള്ള തന്ത്രപരമായ സൗഹൃദവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ പാടുപെടുന്ന ഇന്ത്യയുടെ catch 22 അവസ്ഥയാണിതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. തങ്ങളുടെ കപ്പൽ സുരക്ഷിതമാണെന്ന് കരുതിയ അന്താരാഷ്ട്ര ജലപാതയിൽ വച്ചാണ് ഈ ആക്രമണം നടന്നത് എന്നതിൽ ഇറാൻ കടുത്ത രോഷത്തിലാണ്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഗോള വ്യാപാരത്തെയും ഊർജ്ജ സുരക്ഷയും ഇത് മോശമായി തന്നെ ബാധിക്കും. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതും കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയരുന്നതും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെയുള്ള പോരാട്ടം വ്യാപിപ്പിക്കുമ്പോൾ സമാധാനത്തിന്റെ മേഖലയായിരുന്ന ഇന്ത്യൻ മഹാസമുദ്രം യുദ്ധക്കളമായി മാറുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് ഇത് തിരിച്ചടിയാണോ? സ്വന്തം അതിഥിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ വാക്കുകൾ ഇനി അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ നോക്കിക്കാണുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു.